ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനോസ് ടോക്സ്. മോളിവുഡ് ടൈംസിന്റെ റിവ്യൂ പറയാനായിട്ട് വന്നതാണ്. സ്പോയിലർ റിവ്യൂ ആണ്. അപ്പോൾ സിനിമ കണ്ടിട്ടില്ലാത്തവർ, സ്പോയിലർ കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് വെക്കുക. സ്പോയിലർ റിവ്യൂ ആണ്. അപ്പോൾ നോ ഞാൻ ലേറ്റാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിയുടെ ഇഷ്യൂവും കാര്യങ്ങളും അതിന്റെ വീഡിയോ ഒക്കെ എടുത്തെടുത്ത് ഇതിന്റെ റിവ്യൂ പറയാനും ഇതിന്റെ വീഡിയോ ചെയ്യാനും ലേറ്റായി പോയി. പിന്നെ ഇന്നലെ ചെയ്യാമെന്ന് വിചാരിച്ചു, ഇന്നലെ പനി പിടിച്ചു. പിന്നെ ഈഗിളിന്റെ വീഡിയോ ഒക്കെ വന്ന തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും ഒക്കെ കുറെ ഉണ്ടായിരുന്നു. അതിനൊക്കെ തിരിച്ച് റിപ്ലൈയും കൊടുത്ത് തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ തിരിച്ച് വിളിച്ച ശേഷം ഇന്നാണത്തെ ഒന്ന് തല നൂന്നത്. അതുകൊണ്ട് ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്കറിയാൻ ലേറ്റ് ആണെന്ന്. ബട്ട് എന്തായാലും റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് പോയി സിനിമ കണ്ടത്. പിന്നെ റിവ്യൂ ഇടണമല്ലോ. അപ്പൊ നമുക്ക് അധികമായിട്ട് അലക്കാതെ റിവ്യൂയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻഡ്. മോളിവുഡ് ടൈംസ് ഫ്രം ദ ഡയറക്ടർ ഓഫ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സിനിമ ആ സമയത്ത് ഇറങ്ങിയ ടൈമില് ബാക്കിയുള്ള സിനിമകളുടെ നരേറ്റീവിനെക്കാട്ടിയും വ്യത്യസ്തമായിട്ടുള്ളൊരു നരേറ്റീവ് നമുക്ക് കാണിച്ചെന്ന്, അല്ലെങ്കിൽ കേരള ഓഡിയൻസ്, മലയാളി ഓഡിയൻസിന് കാണിച്ചു തന്ന, അവർക്ക് മുമ്പ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന ഒരു ടൈപ്പ് മൂവിയാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്. അതേ ഡയറക്ടറിന്റെ അതേ ലെവലാണെന്ന് ചോദിച്ചാൽ അതേ ലെവലാണ്. പക്ഷേ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സിനിമയിൽ വന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്കും ആ ടൈപ്പ് ഓഫ് നരേറ്റീവ്, അതായത് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് അല്ലെങ്കിൽ മൈൻഡ് വോയിസ് നരേറ്റീവ്, ആ ഒരു സാധനം എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ മോളിവുഡ് ടൈംസിൽ വരുന്ന ടൈമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിൽ ഉള്ളവർക്ക് അത്ര ഓവറായിട്ട് ഈ മൈൻഡ് വോയിസ് അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ നെഗറ്റീവ് സ്റ്റൈല് ഓവറായിട്ട് വന്നിട്ടില്ല. എവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണോ ആ ലെവലിൽ പ്ലേസ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് മോളിവുഡ് ടൈംസ് ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമയിൽ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷറഫുദ്ദീൻ ഉണ്ട്, നസ്ലിൻ ഉണ്ട്, പിന്നെ ക്യാമിയോ ആയിട്ട് ബേസിൽ വരുന്നുണ്ട്. ബേസിൽ വളരെ കുറച്ച് പാട്ടിൽ, ഒരു 10 മിനിറ്റ് തികച്ച് ഉണ്ടോന്ന് അറിയത്തില്ല, ആ ഒരു പാട്ടിൽ മാത്രമേ ബേസിൽ വരുന്നുള്ളൂ. പിന്നെ ക്യാമിയോ ആയിട്ട് നമ്മുടെ വിനീത് ശ്രീനിവാസനും വരുന്നുണ്ട്. ഒബ്വിയസ്ലി പുള്ളിക്കാരന്റെ ശിഷ്യനാണ് ഡയറക്ടർ. പുള്ളിക്കാരൻ ഇട്ട് തന്നെ കൊട്ടുകൊടുക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഒരു സെൽഫ് ട്രോളിംഗ് എന്ന് പറഞ്ഞ സാധനം, അതൊക്കെ എല്ലാ സംഭവം ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എടുത്ത് പറയേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെസ്ലിന്റെ ക്ലീശ പരിപാടി ഒഴിവായിട്ടുണ്ട്. അതായത് നെസ്ലിന്റെ ഒട്ടുമിക്ക സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകം ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളിലും നെസ്ലിന്റെ ഒരു കോൺവെർസേഷൻ സ്ലാങ്, ലാംഗ്വേജ് സ്ലാങ് തണ്ണീർമത്തം തൊട്ട് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള പടത്തില് ലോകം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും സെയിം സ്ലാങ് ആണ്. ഞാനങ്ങോട്ട് വന്നാലുണ്ടല്ലോ അങ്ങനത്തെ ആ ഒരു ടൈപ്പ് സ്ലാങ് ആണ് നെസ്ലിൻ മിക്ക സിനിമകളിലും ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു ടൈപ്പാണ് നെസ്ലിന്റെ ഒരു സ്റ്റൈല്. പക്ഷേ എനിക്ക് പേഴ്സണലി എല്ലാ സിനിമയിലും ഈ ഒരു സ്ലാങ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് നസ്ലിൻ ഇങ്ങനെ എല്ലാ സിനിമയിലും സെയിം സ്ലാങ്, സെയിം ഒരു സ്റ്റൈല്, സെയിം പാറ്റേൺ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു മറ്റേ പൃഥ്വിരാജിന്റെ കൂടെ ഉള്ള ഒരു പടം ഉണ്ടല്ലോ, അതിൽ മാത്രം കണ്ട് കുറച്ച് ഡിഫറൻറ്റ് ആണ്. എന്നാലേ ഏകദേശം ഈ സ്ലാങ് ഒക്കെ പുള്ളിക്കാരന്റെ ഒരു സിഗ്നേച്ചർ സ്ലാങ് എനിക്കത്ര ഇഷ്ടപ്പെടുന്നതല്ല, എന്നാലും ആ സ്ലാങ് ആണ് യൂസ് ചെയ്തുകൊണ്ടുവന്ന. അത് വെച്ച് നോക്കുമ്പോൾ മോളിവുഡ് ടൈംസിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ ഒരു കോൺവെർസേഷൻ സ്ലാങ് ആയാലും ലാംഗ്വേജ് സ്റ്റൈലായാലും അത് ടിപ്പിക്കലി നെസ്ലിൻ ചെയ്തു വരുന്ന സാധനത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് ഈ പടത്തിൽ. പിന്നെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് നെസ്ലിന്റെ ഒരു ക്യാരക്ടർ, അതായത് പെർഫെക്ഷന് വേണ്ടി ഏതറ്റവും വരെ പോകുന്ന, തൻ്റെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ തൻ്റെ എയിം അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം, മറ്റൊരാളുടെ ഒരു കൈകടത്തലോ കാര്യങ്ങളോ ഒന്നും അതിൽ പാടില്ല, സ്വന്തം ഇഷ്ടത്തിന് അതും ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം എന്ന രീതിയിൽ ആ ഒരു ടൈപ്പ് ഈഗോയിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ. എനിക്ക് പേഴ്സണലി ഇത് ഒരുപാട് കണക്റ്റ് ആവുന്ന സാധനമാണ്. മാത്രമല്ല അതിൽ പറയുന്നുണ്ട്, എൻ്റെ വിധി അത് ഞാൻ തീരുമാനിക്കുന്നതായിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ കൊണ്ടായിരിക്കണം എൻ്റെ വിധി വിലയിരുത്തേണ്ടത് അല്ലെങ്കിൽ വിധി നടക്കേണ്ടത്. അല്ലാതെ വരുന്ന പക്ഷത്തോളം അത് വെറും തലവിധിയായിട്ട് മാത്രമേ പോകത്തുള്ളൂ. അങ്ങനെ നമുക്ക് ഇന്നത് വിധിച്ചു വെച്ചിട്ടുണ്ട് ഈ ടൈമിൽ, ആ ടൈമിൽ ഇത് നടക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതത്തിൽ അർത്ഥമില്ല എന്നുള്ള ഒരു സാധനം, ആ ഒരു സാധനം പോയിന്റ് ഔട്ട് ചെയ്ത് ഫ്രണ്ടിലോട്ട് വെക്കുന്ന ഒരു സംഭവം ഈ സിനിമയിൽ നെസ്ലിന്റെ ക്യാരക്ടർ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് പ്രവൃത്തി കാണിക്കുന്നു, അതനുസരിച്ചിരിക്കും നമ്മുടെ ലൈഫിന്റെ ബാക്കിയുള്ള അങ്ങോട്ടുള്ള കാര്യം.
അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ചിരിക്കും അതിന്റെ റിസൾട്ടും കാര്യങ്ങളും. ഈ ഒരു സാധനം പേഴ്സണലി ഞാൻ പണ്ട് തൊട്ടേ ഞാൻ വിശ്വസിക്കുന്ന സാധനമാണ്. ഞാൻ അങ്ങനെ വിധി കാര്യങ്ങളിലൊന്നും ഒരുപാട് വിശ്വസിക്കുന്ന ആളല്ല. നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നല്ലതായിട്ട് വരും. നമ്മൾ അതിന് മോശമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമുക്ക് മോശമായിട്ട് വരും. അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ആ ഒരു സംഭവം, ആ ഒരു തോട്ട്, ആ ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് നെസ്ലിന്റെ ക്യാരക്ടർ. അതുകൊണ്ട് ആ ഒരു സംഭവമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയ ഒരു സംഭവമാണ്. ഞാൻ എന്തുകൊണ്ട് ആ ഒരു സംഭവം അങ്ങനെ ആ ഒരു രീതിയിൽ പണ്ട് തൊട്ടേ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നേരത്തെ മുൻകൂട്ടി എന്തെങ്കിലും എഴുതപ്പെട്ട സാധനമാണ് എന്നുണ്ടെങ്കിൽ ഇന്ന സമയത്ത് ഇന്നത് നടക്കണം, ഇന്ന സമയത്ത് ഇന്നത് ചെയ്യപ്പെടണമെന്ന് നേരത്തെ കൂട്ടി എഴുതിപ്പെട്ട ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ ആ ലൈഫ് നമ്മളല്ല ജീവിക്കുന്നത്. മുൻകൂട്ടി ആരോ തീരുമാനിച്ചു വെച്ച രീതിയിൽ നമ്മൾ അതിനെ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ രീതിക്ക് പോകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്ന കാര്യവുമായിട്ട് നമ്മൾ ആയിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല. നമ്മൾ ഇന്ന സമയത്ത് നമ്മളൊരു നല്ലത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് നമ്മളൊരു തെറ്റ് ചെയ്യണമെന്ന് നേരത്തെ കൂട്ടി എഴുതപ്പെട്ട സംഭവമാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ നല്ലത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അപ്രിസിയേഷൻ എടുക്കാനോ, അതിൽ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ കുറ്റപ്പെടുത്താനോ ആർക്കും അവകാശമില്ല. നേരത്തെ കൂട്ടി എഴുതപ്പെട്ട സാധനമാണെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ പ്രവൃത്തിയുടെ കാരണമായി നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നോ, നമ്മൾ എന്ത് ചെയ്യുന്നോ അതിന്റെ ഫലമായിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ ബാക്കിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പണ്ടോട്ടെ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു സംഭവത്തിന് ഇങ്ങനെ അവര് നെസ്ലിന്റെ ക്യാരക്ടർ ആ ഒരു സംഭവത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആ ഒരു തോട്ട് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ സിനിമയ്ക്കകത്ത് നടക്കുന്ന ബിസിനസ് എങ്ങനെയാണ്, അത് വിജയിച്ചാൽ എങ്ങനെയാണ്, അത് തോറ്റുപോയാൽ, അത് പടം ഫ്ലോപ്പായി പോയാൽ എങ്ങനെയാണെന്നുള്ള എൻ്റെ ഒക്കെ ഒരു ബാഡ് സൈഡ് എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റേ കാലുവാരലൊക്കെയാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. കൂടെ വന്നിട്ട് കാലുവാരുന്നു, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരിക്കും. റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ സാധനത്തിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമുക്ക് നെഗറ്റീവ് രീതിയിലൂടെയും പോസിറ്റീവ് രീതിയിലൂടെയും ഉണ്ടാക്കിയെടുക്കാം. റെപ്യൂട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ അത് ഏത് രീതിയിൽ ഉണ്ടാക്കണം, എങ്ങനെ രീതിയിൽ ഉണ്ടാക്കണം, അത് എങ്ങനെ നിലനിർത്തണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ രീതിയാണെന്നൊക്കെ ഫ്രം ദ സ്റ്റാർട്ട് ഔട്ട് ഈ സിനിമയിൽ പറഞ്ഞത്. ഇറ്റ്സ് ലൈക്ക് ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ലൈനോ എടുത്ത് സംസാരിക്കുന്നതിനെക്കാട്ടിയും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് വെക്കുന്ന കുറെ തോട്ട്സും പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ഒരു രീതിയിലാണ് ഞാൻ ടെക്നിക്കൽ സൈഡ് കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് നിന്നിട്ടില്ല. കാരണം ടെക്നിക്കൽ സൈഡിൽ ഫോൾട്ടായിട്ട് പറയാനായിട്ടൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. പുള്ളിക്കാരൻ മറ്റേ മൂന്നനുണ്ണി അസോസിയേറ്റ്സ് മൂവി നമ്മൾ എടുത്തു നോക്കിയാൽ പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലുണ്ട് ഈ ഡയറക്ടറുണ്ട്. ആ സ്റ്റൈൽ തന്നെയാണ് പുള്ളി ഇതിലും ഫോളോ ചെയ്തേക്കുന്നത്. പുള്ളി കൂടുതൽ ആൾക്കാരെ മുമ്പിലോട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ട്സ് ആണ്. പല ടൈപ്പ് ഓഫ് തോട്ട്സ്. റെപ്യൂട്ടേഷൻ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അത് ഏത് രീതിയിൽ, അത് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം, മോശമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഏത് രീതിയിൽ നമ്മൾ ചൂസ് ചെയ്യണം, ഏത് രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള സംഭവമൊക്കെ അത് ഒരു വ്യക്തിയുടെ പെർസ്പെക്റ്റീവ്, ഒരു വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ള കേസൊക്കെ ഫ്രം ദ സ്റ്റാർട്ട്. ഈ പടം തുടങ്ങുന്നതേ ആ ഒരു സംഭവം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ജഗദീഷിന്റെ ക്യാരക്ടറും ഷറഫുദ്ദീന്റെ കൊച്ചിലത്തെ ക്യാരക്ടറും തമ്മിലുള്ള കോൺവെർസേഷനും അതും ആ സംഭവങ്ങളും ഒക്കെ ഫ്രം ദ സ്റ്റാർട്ട് തൊട്ടേ ഈ മൂവി അതാണ് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. എനിക്ക് ഈ സിനിമയിൽ എവിടെ ഒരു വലിയൊരു ഹൈ മൊമെന്റ്സ് എങ്ങും ഫീൽ ചെയ്തില്ല. മറ്റേ ഗൂസ് പമ്പ് ലെവൽ സാധനം എങ്ങും ഫീൽ ചെയ്തില്ല. ഒരു ഡൗൺ മൊമെന്റ്സും എങ്ങും ഫീൽ ചെയ്തില്ല. ഒരു ബോറിംഗ് ആണോ ലാഗിങ് ആണോ എന്ന് തുടങ്ങി അങ്ങനത്തെ രീതിയിൽ ഒന്നും ഫീൽ ഇല്ല. കാരണം ഈ പടം തുടങ്ങുന്ന പേസ് എങ്ങനെയാണോ ആ പേസ് അതേപോലെ എൻഡ് വരെ കൊണ്ട് ഒരേ ഫ്ലോയില് ആ ഫ്ലോ ഒരു തരി പോലും കൂടുകയോ കുറയുകയോ ചെയ്യാതെ, അതായത് നമ്മളെ കാഴ്ചക്കാരെ പിടിച്ചിരുത്തുമല്ലോ. മറ്റേ എഡ്ജ് സ്റ്റീറ്റ് ആ സംഭവമൊന്നുമില്ല. ബട്ട് ഇരിക്കുന്ന സിനിമ കാണാനായിട്ട് ഒരു പ്രേക്ഷകൻ അവിടെ വന്ന് ഒരു ഇരിപ്പ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ഇരിപ്പ് അവസാനം വരെ അങ്ങനെ തന്നെ ഇരുത്താനായിട്ട് ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. അത് തന്നെ ഈ സിനിമയുടെ വലിയൊരു വിജയമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റാറിലുള്ള ഹൈ ലെവൽ കാസ്റ്റ് ഈ സിനിമയിലില്ല. നസ്ലിൻ, സംഗീത്, മറ്റേ ആവേശത്തിൽ അവൻ, അപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാർ അങ്ങനത്തെ രീതിയിലാണ് മെയിനായിട്ട് കാസ്റ്റിംഗ് പോകുന്നത്. മെയിനായിട്ട് എടുത്ത് പറയാനായിട്ട് ബേസിലിന്റെ ഒരു ക്യാമിയോ, വിനീത് ശ്രീനിവാസൻ, പിന്നെ ജഗദീഷിന്റെ ഒരു ക്യാരക്ടർ ഷറഫുദ്ദീൻ, ഇത് ഇത്ര പേരേ ഉള്ളൂ. ഇത്തിരി അത്യാവശ്യം ഇതായിട്ടുള്ള. പിന്നെ നസ്ലിനും ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് കയറി വരുന്നതേ ഉള്ളൂ. നസ്ലിൻ
കുറച്ച് സിനിമയിൽ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചു. സംഗീതിനെ വെച്ച് നോക്കണമെങ്കിൽ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു ക്രൂ ഒക്കെ വെച്ചിട്ട് ഇതേപോലെ ഒരേ പേസിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഒരേ ഫ്ലോയിൽ ഈ പടം കൊണ്ടുപോകാൻ പോയത് തന്നെ നല്ല വിജയമാണ്. പിന്നെ ഒരു പെർഫെക്റ്റ് സ്റ്റോറി ലൈൻ മുകുന്ദൻ അസോസിയേറ്റ്സിൽ എങ്ങനെയായിരുന്നോ ആ ഒരു നരേറ്റീവ് സ്റ്റൈല് പിടിച്ചേക്കുന്ന അതിന്റെ കുറച്ചുകൂടെ ഒരു ഫിൽട്ടേർഡ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വെർഷൻ ആയിട്ടാണ് മോളിവുഡ് ടൈംസ് റിലീസായത്. ഓവറോൾ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ മോളിവുഡ് ടൈംസ് ഒരു മസ്റ്റ് വാച്ച് പടമാണ്. എങ്ങനെയുള്ളവർക്ക് ഇത് കൂടുതൽ ഇഷ്ടപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട തോട്ട്സ്, തിയറീസ് അല്ലെങ്കിൽ ഓരോ പ്രിൻസിപ്പൾസ് വെച്ചൊക്കെ ജീവിക്കുന്ന ആൾക്കാർ. ഇപ്പം ഓരോരുത്തരും ഓരോ വ്യക്തികൾക്കും അവരുടേതായ കുറെ പ്രിൻസിപ്പൾസും കാര്യങ്ങളും അവരുടേതായ കുറെ തിയറീസ് ഒക്കെ വെച്ചായിരിക്കുമല്ലോ ഓരോ ആൾക്കാരും ജീവിക്കുന്ന. ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല, അല്ലെങ്കിൽ എൻ്റെ രീതി ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഈ ഒരു തോട്ടൊക്കെ വെച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് മനസ്സിലാക്കാൻ, ഒരുപാടൊന്നുമില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ വെറൈറ്റി ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ പല കാര്യങ്ങളെ കുറിച്ച് ഈ പടം പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പടം ഒരു കിടിലം പടമാണ്. അത്യാവശ്യം കാണുന്ന എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പടമാണ്. കണ്ടിട്ടില്ലാത്തവർ പോയി തിയേറ്ററിൽ പോയി കാണുക. ഇപ്പോഴും ഓടുന്നുണ്ട് പല സ്ഥലത്തും. എങ്ങും തിയേറ്ററിൽ നിന്ന് അത്ര പോകാനുള്ള ടൈമൊന്നും ആയിട്ടില്ല. കണ്ടിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് പോയി കാണുക. ഇല്ലാന്നുണ്ടെങ്കിൽ OTT ഇറങ്ങുമ്പോഴെങ്കിലും മസ്റ്റായിട്ട് കാണണം ഈ പടം. കാരണം ഡീസന്റ് പടമാണ്, ഉള്ളത് പറഞ്ഞാൽ ഡീസന്റ് പടമാണ്. വൺ ടൈം വാച്ച് എന്നൊന്നും പറയത്തില്ല, ഒരു 2-3 തവണയാണ് നമുക്ക് കാണാം. വീണ്ടും TV യിൽ വരുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പടമാണ്. ഹൈ ലെവൽ കോമഡി കാര്യങ്ങളൊന്നുമില്ല, റിലേറ്റബിൾ കോമഡീസ്, കൊച്ചു കോമഡി. പക്ഷെ നമുക്ക് ചിരി വരാൻ സാധ്യതയുള്ള കോമഡീസ് ഉണ്ട്. പക്ഷെ മസിൽ പിടിച്ചിരുന്ന് കണ്ടാലൊന്നും നമുക്ക് ചിരി വരത്തില്ല. അങ്ങനെ കൊച്ചു കോമഡീസ് ആണ് കൂടുതലും. ഇത് റിലേറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വേറൊരു തോട്ട് ഓഫ് വ്യൂവിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ വേറൊരു വ്യൂ പോയിന്റ് ഒക്കെ മനസ്സിലാക്കാൻ, ഞാൻ പറഞ്ഞല്ലോ, തിയറീസും പ്രിൻസിപ്പൾസും ഒക്കെ വെച്ച് ജീവിക്കുന്ന അങ്ങനത്തെ ഇതൊക്കെ കൂടുതൽ കണക്ട് ആവുന്ന ആൾക്കാർക്ക് ഒരുപാട് റിലേറ്റബിൾ ആവാൻ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു സിനിമയാണ് മോളിവുഡ് ടൈംസ്. അടുത്ത വീഡിയോ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്രിയോട്ടിന്റെ OTT സ്പോയിലർ റിവ്യൂ ആയിരിക്കും. അപ്പോൾ അത് കാണാനായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക. ഇതേ പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിനകത്തായിരിക്കും ചില റിയാക്ഷൻ വീഡിയോസ് ഒന്നും യൂട്യൂബിൽ ഞാൻ ഇടാറില്ല. ചില കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് ഇൻസ്റ്റാഗ്രാമിലായിരിക്കും. അപ്പോൾ അത് താല്പര്യമുള്ളവർ ലിങ്ക് ചാനലിൽ കിടപ്പുണ്ട്, ചാനലിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇൻസ്റ്റാഗ്രാമിലോട്ട് പോവുക. അപ്പോൾ പാട്രിയോട്ടിന്റെ സ്പോയിലർ റിവ്യൂ ആയിട്ട് നാളെയോ മറ്റന്നാളോ ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാത്രം സബ് ചെയ്ത് കൂടെ കൂടിക്കുക. So this is Shanu Stock signing off. See you in the next video. Until then, bye bye.